ഫുട്ബോൾ ലോകത്തിൻ്റെ കണ്ണും കാതും ലോകകപ്പിലേക്ക് നീണ്ടു തുടങ്ങിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ സ്വന്തം രാജ്യത്തിൻ്റെ പതാക നാട്ടാനുള്ള തീവ്ര യജ്ഞത്തിലാണ് ടീമുകളും താരങ്ങളും. ഒക്ടോബറിലെ ഇന്റർനാഷണൽ ബ്രേക്ക് തീരുമ്പോൾ പലരും യോഗ്യത ഉറപ്പിച്ചു, പലരും അരികിലെത്തി. വിശ്വമേളയ്ക്ക് യോഗ്യത നേടിയവരും നേടാനിരിക്കുന്നവരും നേടില്ലെന്നുറപ്പായവരും ആരൊക്കെയാണ്? ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകകപ്പാണ് വരാനിരിക്കുന്നത്. US-നൊപ്പം കാനഡയും മെക്സിക്കോയും സംയുക്ത ആതിഥേയരാകുന്നു. ആതിഥേയരായ 3 രാജ്യക്കാരും സ്പോട്ട് നേരത്തെ ഉറപ്പിച്ചവരാണ്. ശേഷിക്കുന്ന സ്പോട്ടുകൾ വീതിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യൂറോപ്പ് അഥവാ UEFA-യിൽ നിന്നും 16 രാജ്യങ്ങൾ, ഏഷ്യയിൽ നിന്നും 8, ആഫ്രിക്കയിൽ നിന്നും 9, തെക്കേ അമേരിക്കയിൽ നിന്നും 6, കോൺകഗാഫിൽ നിന്നും 3, ഓഷ്യാനിൽ നിന്നും 1 എന്നിങ്ങനെയാണ് ഡയറക്റ്റ് സ്പോട്ടുകൾ. കൂടാതെ പ്ലേ ഓഫ് സ്പോട്ടുകളുമുണ്ട്. ഇതിൽ യോഗ്യത ഉറപ്പിച്ചവർ ആരൊക്കെയെന്ന് പരിശോധിക്കാം. തെക്കേ അമേരിക്കയിൽ നിന്നും ചാമ്പ്യന്മാരായ അർജന്റീന രാജകീയമായി തന്നെ എൻട്രി നടത്തി. യോഗ്യതാ റൗണ്ടിൽ ഒന്നാമന്മാരായാണ് അർജന്റീനയുടെ വരവ്. പിന്നാലെ രണ്ടാമതായി ഇക്വഡോർ, മൂന്നാമതായി കൊളംബിയയും എത്തി. 4ാം സ്ഥാനക്കാരായി ഉറുഗ്വേയും 5ാം സ്ഥാനക്കാരായി ബ്രസീലും എത്തി. 6ാം സ്ഥാനക്കാരായ പരാഗ്വയ്ക്കും ഇക്കുറി യോഗ്യത കിട്ടി. ഇതിൽ പരാഗ്വ 2010 ശേഷം ആദ്യമായാണ് ലോകകപ്പിനെത്തുന്നത്. 7ാമതായ ബൊളീവിയ പ്ലേ ഓഫിലേക്ക് കടന്നു. പെറുവും ചിലിയും വെനസ്വേലയും ലോകകപ്പ് കാണാതെ പുറത്തായി. മൊറോക്കോ, ടുണീഷ്യ, ഈജിപ്ത്, അൾജീരിയ, ഘാന, കേപ്പ് വെർഡെ, ദക്ഷിണാഫ്രിക്ക, സെനഗൽ, ഐവറി കോസ്റ്റ് എന്നിവരാണ് ആഫ്രിക്കയിൽ നിന്നും ഇതിനോടകം ടിക്കറ്റ് എടുത്തത്. ഇതിൽ കേപ്പ് വെർഡെ ആദ്യമായാണ് ലോകകപ്പിന് വരുന്നത്. 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കേപ്പ് വെർഡെ ഇതിനോടകം വാർത്തകൾ നിറഞ്ഞിട്ടുണ്ട്. 2010 ശേഷം അഥവാ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന് ശേഷം ആദ്യമായാണ് ബഫാന എന്നീ വിളിപ്പേരുള്ള ദക്ഷിണാഫ്രിക്ക ലോകകപ്പിനെത്തുന്നത്. ലോകകപ്പിലെ സ്ഥിരം സാന്നിധ്യക്കാരായ നൈജീരിയ ലോകകപ്പിന് ഉണ്ടാകില്ലെന്ന തോന്നലുണ്ടായിരുന്നുവെങ്കിലും ഗോൾ ശരാശരിയുടെ ബലത്തിൽ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായി അവർ പ്ലേ ഓഫ് കളിക്കാനൊരുങ്ങുകയാണ്. കേപ്പ് വെർഡെയുടെ തേരോട്ടത്തിൽ പകച്ച കാമറൂണും പ്ലേ ഓഫ് കടമ കടക്കണം. കോൺകഗാഫിൽ നിന്നും സുരിനാം, ജമൈക്ക, ഹോണ്ഡുറാസ് എന്നിവരാണ് ഉറപ്പിച്ചത്. കോസ്റ്ററിക്കയ്ക്കും പനാമയ്ക്കുമെല്ലാം പ്ലേ ഓഫിലൂടെ എത്താമെന്ന നേർത്ത പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു. ഓഷ്യാനിയ മേഖലയിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ ന്യൂസിലാൻഡ് ലോകകപ്പിനെത്തി. ഏഷ്യയിൽ ഇക്കുറി കനത്ത പോരാട്ടമായിരുന്നു നടന്നത്. ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, ദക്ഷിണ കൊറിയ, ജോർഡൻ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവർ നേരിട്ട് ടിക്കറ്റ് എടുത്തു. ഗ്രൂപ്പുകളിൽ 3ഉം 4ഉം സ്ഥാനക്കാരാകുന്നവരെ വെച്ച് വീണ്ടും ഒരു റൗണ്ട് മത്സരങ്ങൾ കൂടി നടത്തി. അതിലൂടെ ഖത്തറും സൗദിയും ടിക്കറ്റ് എടുത്തു. ബാക്കിയുള്ളൊരു സ്പോട്ടിലേക്ക് UAE അല്ലെങ്കിൽ ഇറാഖ് എത്താനാണ് സാധ്യത. ഏഷ്യയിൽ നിന്നും വരുന്നവരിൽ 2 പേർ പുതുമുഖക്കാരാണ്. ഉസ്ബെക്കിസ്ഥാനും ജോർഡാനുമാണത്. പോയ തവണ ആതിഥേയരായി സ്പോട്ട് ഉറപ്പിച്ച ഖത്തർ ഇക്കുറി കളിച്ചു തന്നെ അത് നേടി. ഏഷ്യയിൽ നിന്നുമുള്ള മറ്റു പേരുകളെല്ലാം സ്ഥിര സാന്നിധ്യക്കാർ തന്നെയാണ്. ഇനിയുള്ളത് യൂറോപ്പാണ്. ഇതുവരെയും തീരുമാനമാകാത്തതും അവിടെയാണ്. യൂറോപ്പിൽ A മുതൽ L വരെയുള്ള 12 ഗ്രൂപ്പുകളിലായാണ് മത്സരങ്ങൾ. ഈ 12 ഗ്രൂപ്പുകളെയും ചാമ്പ്യന്മാർ ലോകകപ്പ് കളിക്കും. കൂടാതെ 12 റണ്ണേഴ്സൊപ്പം നേഷൻസ് ലീഗിൽ മികച്ച പഠനം നടത്തിയ ഇതിനു പുറത്തുള്ള ടീമുകളെയും ഉൾപ്പെടുത്തി സെക്കൻഡ് റൗണ്ട് പ്ലേ ഓഫ് നടത്തും. ഇതിൽ നിന്നും 4 ടീമുകൾക്ക് കൂടി എൻട്രി കൊടുക്കും. കടുത്ത പോരാട്ടമാണ് യൂറോപ്പിൽ നടക്കുന്നത്. ഗ്രൂപ്പ് എയിൽ 4 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ജർമ്മനിയും സ്ലോവാക്യയും 9 പോയിന്റുമായി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡാണ് ഒന്നാമത്. 7 പോയിന്റുള്ള കൊസോവോ രണ്ടാമതെത്തിയപ്പോൾ വെറും 1 പോയിന്റുള്ള സ്വീഡൻ അമ്പയെ പരാജയമായി. ഗ്രൂപ്പ് സിയിൽ ഡെൻമാർക്കും സ്കോട്ട്ലാൻഡും 10 പോയിന്റുമായി ഒപ്പത്തിനൊപ്പം. ഡിയിൽ 10 പോയിന്റുള്ള ഫ്രാൻസ് ഒന്നാമതും 7 പോയിന്റുള്ള ഉക്രൈൻ രണ്ടാമതുമാണ്. ഗ്രൂപ്പ് എയിൽ നിന്നും സ്പെയിൻ 12 പോയിന്റുമായി ഏതാണ്ട് ഉറപ്പിച്ചു. 9 പോയിന്റുള്ള തുർക്കിയാണ് അവിടെ രണ്ടാമത്. ഗ്രൂപ്പ് എഫിൽ 10 പോയിന്റുള്ള പോർച്ചുഗലിനും ആശങ്കകളില്ല. കാരണം രണ്ടാമതുള്ള ഹംഗറിക്ക് 5 പോയിന്റേ ഉള്ളൂ. ചില ഗ്രൂപ്പുകളിൽ 4 രാജ്യങ്ങളുള്ളപ്പോൾ മറ്റു ചില ഗ്രൂപ്പുകളിൽ 5 ടീമുകളുണ്ട്. ഗ്രൂപ്പ് ജിയിൽ 6 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 16 പോയിന്റുള്ള നെതർലൻഡ്സ് ഒന്നാമതും 13 പോയിന്റുള്ള പോളണ്ട് രണ്ടാമതും നിൽക്കുന്നു. ഗ്രൂപ്പ് ജിയിൽ ഓസ്ട്രിയ ഒന്നാമതും ബോസ്നിയ രണ്ടാമതുമാണ്. ഗ്രൂപ്പ് ഐയിലേക്ക് വന്നാൽ മിന്നും ഫോമിലുള്ള നോർവേ 6-6 വിജയിച്ച് 18 പോയിന്റുമായി ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. 15 പോയിന്റുള്ള ഇറ്റലി രണ്ടാമതായി പ്ലേ ഓഫിന് കാത്തിരിക്കുന്നു. പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ച ഇസ്രായേൽ നോർവേയോടും ഇറ്റലിയോടും തോറ്റ് പുറത്തായി. ഗ്രൂപ്പ് ജെയിൽ ബെൽജിയം, ഗ്രൂപ്പ് കെയിൽ ഇംഗ്ലണ്ട്, ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യ എന്നിവരാണ് ഒന്നാമതുള്ളത്. ലാത്വിയയെ എതിരില്ലാത്ത 5 ഗോളിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട് യോഗ്യത ഉറപ്പിക്കുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായി മാറിയിരുന്നു. ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനക്കാരാകാൻ കടുത്ത മത്സരമാണ്. 13 പോയിന്റുള്ള ചെക്ക് റിപ്പബ്ലിക്കും 12 പോയിന്റുള്ള ഫറോവോ ഐലൻഡുമാണ് മത്സരം. വെറും 50,000 പേർ മാത്രം അധിവസിക്കുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി മാത്രമുള്ള ഫറോവോ ഐലൻഡ്സ് ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. യൂറോപ്പിലെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമാകണമെങ്കിൽ നവംബർ മാസത്തിലെ ക്വാളിഫിക്കേഷൻ മാച്ചുകൾ കൂടി തീരുമാനമാകണം. അതിനുശേഷം 2026 മാർച്ചിൽ നടക്കുന്ന പ്ലേ ഓഫ് മത്സരങ്ങൾ കൂടി അവസാനിച്ചതിന് ശേഷം മാത്രമേ അത് തീരുമാനമാകൂ. ടീമുകളുടെ എണ്ണം 48 ഉയർത്തിയതോടെ തന്നെ ഇക്കുറി കാര്യമായ മിസ്സിങ്ങുകൾ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം.